ഗൈസ് നമുക്കൊരു വീഡിയോ കാണാം. നമ്മുടെ കുടുംബ സംഗമത്തിൽ ഇതിലാണ് നല്ല വൈദ്യുതി ചെറിയ കുഞ്ഞു സ്പീക്കറിന് റിപ്ലൈ എടുത്തിട്ട് എനിക്ക് പാടാൻ കഴിയില്ല. എങ്ങനെ പാടിയിട്ട് കാര്യം എനിക്ക് സമയത്ത് കേൾക്കണില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഹെഡ്ഫോൺസ് വേണം. ഞാനൊരു പാട്ടുകാരൻ രാവിലെ മുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയേഴ്സ് വേണം, നമ്മൾ പറയുന്ന മൈക്ക് വേണം, നമ്മൾ പറയുന്ന മോട്ടേഴ്സ് വേണം. ഹൈ ഗൈസ്, ഇതിപ്പോ ഹനാൻഷയുടെ വിവാദമായിട്ടുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിന്റെ വിഷ്വൽസ് ആണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ പക്ഷെ പുള്ളിനെ കമന്റ് ബോക്സിലും അല്ലാതെ ഒക്കെ തെറി വിളിക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ ഈ കുറ്റം പറയുന്നവര് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഹങ്കാരമാണെന്നൊക്കെ പറയുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അയാൾ സംസാരിക്കുന്നത് ഒരു മ്യൂസീഷ്യന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സ്ഥലത്ത് ആവശ്യമുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സിനെ പറ്റിയാണ്. അതായത് ഇപ്പോ സ്പീക്കർ ആയാലും സൗണ്ട് സിസ്റ്റം ആയാലും മ്യൂസീഷ്യന്റെ നീഡ്സിനെ പറ്റിയാണ് അവരവിടെ സംസാരിക്കുന്നത്. ഇപ്പൊ ഈ സ്പീക്കർ, സൗണ്ട് സിസ്റ്റം അതിനെയൊക്കെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നന്നായി വരാൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നന്നായി വരേണ്ടത് അദ്ദേഹത്തിന്റെ മാത്രം ആവശ്യമല്ല. അവിടെ അത് ടിക്കറ്റ്, ഈ പ്രോഗ്രാം കാണാൻ ടിക്കറ്റ് എടുത്തു വന്ന എല്ലാ ആളുകളുടെയും ഒരു ആവശ്യമാണ് ആ പ്രോഗ്രാം സക്സസ് ആവുക എന്നുള്ളത്. കാരണം അവിടെ എല്ലാവരും അത് നന്നായി എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത്തരത്തിൽ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതില്ലാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്. ഇത്തരത്തിലൊരു മ്യൂസീഷ്യൻ ആവശ്യമുള്ള ബേസിക് നീഡ്സ് അയാൾ നോക്കാതെ അയാൾ ആ പ്രോഗ്രാം അവതരിപ്പിച്ച് അത് ഓഡിയൻസിന് കണക്ട് ആവാതെ വന്ന ആ പ്രോഗ്രാം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടെ അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പൊ താൻ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ലൈവ് പ്രോഗ്രാമിന്റെ ടെക്നിക്കൽ സൈഡ് കൂടി ഓക്കെ ആണോ എന്ന് ഒരു ഗായകൻ നോക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഒന്നും അറിയാതെ ഇതിനെപ്പറ്റി ഒരു ധാരണയുമില്ലാതെ വെറുതെ അയാളെ മാത്രം തെറി വിളിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ അവിടെ ആ പ്രോഗ്രാമിന് സംഘാടകരായിട്ടുള്ള വ്യക്തികളെ വേണം തെറി വിളിക്കാൻ.